കാര്യം പറയടി. അതെ, എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ വേണം. ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നീ എന്ത് തേങ്ങയടി പറയുന്നത്? ഇന്ന് ഒറ്റ ദിവസത്തേക്ക് ഒരു ബോയ് ഫ്രണ്ടോ? ഇന്ന് ഈവനിങ്ങേ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അതിനാ. അതിന് ആ മറ്റവനും പിന്നെ അവന്റെ ഭാര്യയും വരുന്നുണ്ട് അവിടെ. ആര്? നിന്റെ എക്സാ? അതെ. ഞാൻ ഒറ്റയ്ക്ക് എന്നാലേ അവൻ വിചാരിക്കും അവൻ പോയാലും ഞാൻ അങ്ങ് സെന്റ് അടിച്ച് നടക്കുവാണെന്ന്. ഇനിമേല അവനെ പോലെ ഒരു പന്നനെ ഞാൻ പ്രേമിക്കൂലെന്ന് വിചാരിച്ചതാ. പക്ഷെ വേണ്ട, അവൻ മനസ്സിലാക്കണം. അവൻ പോയി കഴിഞ്ഞാലേ എനിക്കൊരു കോപ്പുമില്ലാന്നും ഞാൻ ഹാപ്പിയാണെന്നും. എന്നിട്ട് അതിന് ഏതെങ്കിലും ഒരു തന്നെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുവന്നാലേ അവനത് കാണുമ്പോൾ കുരുപൊട്ടു. എനിക്കത് മതി. ആ ബെസ്റ്റ്. നിനക്കേ വട്ട. നീ വിചാരിച്ചു കഴിഞ്ഞാലേ എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ ഒപ്പിച്ചേരാൻ പറ്റത്തില്ല. ഞാനെവിടെ നിന്ന് ഒപ്പിക്കാനാ? നീ നിന്റെ പഴയ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചോണ്ടു? ഒരു ഫ്രണ്ട്സിനൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. കാരണം എന്റെ എല്ലാ ഫ്രണ്ട്സിനും അവനറിയാം. അതിനിപ്പോ എന്താ ചെയ്യാ? നീ ആ ചന്ദ്രനോട് പറഞ്ഞിട്ടെ അവന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ എനിക്ക് മുട്ടിച്ചതാ. അതൊന്നും ശരിയാവത്തില്ല. അവന്റെ എല്ലാ ഫ്രണ്ട്സിനും ഗേൾ ഫ്രണ്ട്സ് ഉള്ളതാ. പ്ലീസ് ഒന്ന് പോടെ കോപ്പേ. ഞാൻ മാമയോ? പ്ലീസ്. കാര്യത്തിന്റെ കിടപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ആലോചിക്കാം. ആലോചിക്കേ, വിളിക്കേ പ്ലീസ്. പ്ലീസ് ഒന്ന് വിളിടി. വിളിക്കേ. വിളിക്കട്ടെ. എടാ ചന്ദ്രൻ, തിരക്കാണോ? ഒരു കാര്യമുണ്ടേ. എടാ, നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാനിതിപ്പോ എവിടെ ഒപ്പിക്കാനാ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പക്ഷേ ആളിത്തിരി ടഫാ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്തായാലും നീ വിളിക്ക്. ശരിടി. എടി, നിനക്ക് ചായ വേണോ? എന്തായി? അവൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലടി, നിനക്ക് എന്റെ വല്ല ആവശ്യമുണ്ടോ? അവൻ വരുന്നുണ്ട്, പോവാതിരുന്ന പോലെ. ഇനി ഞാനത് തന്നെ ആദ്യം വിചാരിച്ചത്. പിന്നെ ആലോചിച്ചപ്പേ ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ വിചാരിക്കും അവനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണെന്ന്. അത് വേണ്ട. ദേ ചന്ദ്ര വിളിക്കുന്നുണ്ട്. ഹലോ. അതെ, ഞാൻ അവനെ പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ അവൻ എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. സിനിമയെന്നും കാര്യമൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ്. ഓക്കെ ആണല്ലോ അല്ലേ? പേയ്മെന്റ് കൊടുക്കാൻ റെഡിയാണോ? പേയ്മെന്റ് ഒക്കെ കൊടുക്കാം. നീ ആദ്യം ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറ. എടാ, നീ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്യ. പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണല്ലോ അല്ലേ? വിശ്വാസത്തിന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടിയാ. പിന്നെ അന്നയുടെ നമ്പർ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അവന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോ അവർ തമ്മിൽ കാര്യങ്ങൾ സെറ്റ് ആക്കിക്കോട്ടെ. ശരി. അടി, പിന്നെ ഒരു കാര്യം, എവിടെ എനിക്കില്ലേ? വെച്ചിട്ട് പോക്കെ. അതെ, നീ ആദ്യം ചോദിച്ചതങ്ങ് കൊടുത്തേക്ക്. ഹലോ. ഞാൻ വെക്ക. അവന് ഫോട്ടോ വന്നിട്ടുണ്ട്. നിനക്ക് ചേരും. ഇവിടെ നോക്കട്ടെ. കൊള്ളാലേ. പക്ഷെ എന്റെയൊക്കെ സ്വഭാവം എന്താണോ എന്തോ. നീ പോയി പിക്ക് ചെയ്യേണ്ടി വരും. അത് ഞാൻ പോകുന്നവരെ പിക്ക് ചെയ്തോളാം. അതെ, പിന്നെ ഞാൻ അവന്റെ നമ്പർ നിനക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പോയിക്കോ. ഓക്കെ.
മനുവല്ലേ? ആ ഞാൻ ദേ തന്ന ലൊക്കേഷനിലുണ്ട്. എവിടെ നിൽക്കണേ? ഞാനിവിടെ ATM അടുത്ത്. ഓക്കെ ഓക്കെ, ഞാൻ കണ്ടു. ഹായ് മനു. ആ. വാ കേറ്. എടോ, ഇതെന്തൊരു വേഷ? അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഫംഗ്ഷന് പോലെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡ്രസ്സ് ചെയ്യായിരുന്നു. അതിന് ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? പിന്നെ ഇന്ന ഡ്രസ്സ് വേണമെന്ന് എന്നോടാരും പറഞ്ഞൊന്നുമില്ലല്ലോ. അല്ല, തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയേക്കാം. വേണ്ട, പോവാം. എടാ, നമുക്ക് പോകുന്ന വഴി തൻ്റെ ഈ ടീഷർട്ട് മാറിയിട്ട് നമുക്കൊരു ഷർട്ട് വാങ്ങിയിട്ട് പോവാം. ഓക്കെ? എടോ, ഇവിടുന്ന് വാങ്ങാം. അതെ, താൻ പോയി ഷർട്ട് മാറിയിട്ടോ. മതിയോ? ആ മതി, ബാ കേറ്. ഓ, എന്തു പറ്റി? അറിയില്ല, വണ്ടിക്ക് എന്തോ മിസ്സിങ്, സ്റ്റാർട്ട് ആവുന്നില്ല. ഓഫ്, റേഞ്ചും ഇല്ല. എന്ത് കഷ്ടമാണ് എന്തോ. എടാ, ഇവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ഊബർ വിളിച്ചിട്ട് കണക്റ്റ് ആവുന്നില്ല. താൻ തൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ഒന്ന് വരാൻ പറയോ? എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ തോന്നി. ഹലോ, ഇടി, എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഞാൻ എത്ര നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. എന്തായാലും ഇന്നത്തെ കാര്യത്തിലൊരു തീരുമാനമായി. നല്ലൊരു മുതൽ ഞാൻ ചന്ദ്രു എൻ്റെ കൂടെ പറഞ്ഞു വിട്ടത്. ഇന്നത്തെ പ്രോഗ്രാമും ക്യാൻസലായി. ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ കുന്തം നന്നാക്കിയിട്ട് ഞാൻ ഇനി എപ്പോൾ പോയിട്ട് വരാനാ? നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ചന്ദ്രനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു മെക്കാനിക്കിനെ പറഞ്ഞു വിടാൻ നോക്കാവോ? അല്ലേ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം അവനെ. ഓക്കെ, ബൈ. വണ്ടി എടുത്തു. തനിക്കിതൊക്കെ അറിയായിരുന്നോ? എന്നാ പിന്നെ നേരത്തെ തന്നെ ശരിയാക്കായിരുന്നില്ലേ? അതിന് ഞാൻ മെക്കാനിക്കൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. എന്തായാലും വണ്ടി ശരിയായില്ലേ, ബാ പോവാം. എവിടെ പോവാൻ? ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. സോ നമുക്ക് തിരിച്ചു പോവാം. ഡോ, എനിക്കൊരു ചായ കുടിക്കണം. താനും വാ.
ചേച്ചി 2 ചായ. ഹലോ എടാ, ഇല്ല ഞാൻ മറന്നിട്ടില്ല, ഞാൻ നാളെ തന്നെ തിരിച്ചിടാം. ഇല്ല ഞാൻ വൈകുന്നേരം ഞാൻ റൂമിൽ എത്തിയിട്ട് വിളിച്ചാൽ മതിയോ? ഇല്ലടാ നാളെ എടാ താനെന്ത് എന്തേ തന്റെ മൊത്തം എന്താ കണ്ണില്ലേ? ഇല്ല നീ കണ്ണില്ല. ഇവിടെ വെളച്ചിലെടുക്കരുത് കേട്ടോ. ഞാൻ അറിഞ്ഞോണ്ടതിനെ മുട്ടിയതാ നമ്മളെ. ഇത് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്താ വല്ല പ്രശ്നമുണ്ടോ? മാറി നിൽക്കട്ടോ. നീ ആരടാ കൈ മാറി നിൽക്കട്ടോ. വേണ്ട, വേണ്ട, വാ, പോവാം. അവന്റെ ആൾക്കാരൊക്കെ നോക്കുന്നു. മനു, ആ? സോറി. എന്തിന്? അതല്ല, ഞാൻ കാരണം തനിക്കിന്ന് ബുദ്ധിമുട്ടായില്ലേ? ഏയ്. മനുവിന് പോയിട്ട് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്നാലോ? മനു എന്താ ചെയ്യുന്നേ? ഐ മീൻ ജോബ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോ ഈ ലൈഫ് ഇൻകം? അതിനുള്ള ചെറിയ ചെറിയ ജോലികൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഈ ലൈഫിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ലല്ലേ? എന്ത് പ്ലാൻ? അല്ല, നമുക്ക് ഈ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? അതുപോലെ ഓഫ് കോഴ്സ് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. എന്ത് പ്ലാൻ? മനു പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണോ? എങ്ങനെ? അല്ല, ലൈക്ക് ഇൻട്രോവേർട്ട്, ആരോടും സംസാരിക്കാതെ ആരോടും അധികം ഇടപഴകാതെയൊക്കെ നടക്കുന്ന ഒരാൾ? ഏയ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് തന്നെ കണ്ടപ്പോൾ മുതൽ താൻ അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് തോന്നി, അതുകൊണ്ടാ. അത് പിന്നെ അടുപ്പിച്ച് നിർത്തണമെന്ന് ആർക്കെങ്കിലും തോന്നിയാലല്ലേ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളാണെന്ന് അറിയാൻ പറ്റൂ. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഞാനങ്ങനെ ഇൻ്റർഫിയർ ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. ആക്ച്വലി യു ആർ ആൻ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. എന്നാ ഇനി പോയാലോ? പോവാം. അപ്പോൾ ഓക്കെ, ശരി. അയ്യോ മനു, ആ? എടോ തന്റെ പേയ്മെന്റ്. ഏയ് അത് വേണ്ടോ. അതല്ലടോ, താൻ എനിക്ക് വേണ്ടി ഇത്ര നേരം. അത് സാരമില്ല, തൻ്റെ കാര്യം എന്തായാലും നടന്നില്ലല്ലോ. അപ്പോൾ എടോ, ഓക്കെ, അത് ഗുഡ് നൈറ്റ്. Speed to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.